ഓക്കെ, സോ മക്കളെ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ന്യൂക്ലിക് ആസിഡ് ആണ് അല്ലെ. വലിയ നെക്സ്റ്റ് ഐ മീൻ നമ്മൾ വലിയ പോളിമറിക് സബ്സ്റ്റൻസുകളായിട്ടുള്ള പ്രോട്ടീൻസ്, പോളിസാക്കറൈഡ്സ് പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നെക്സ്റ്റ് പോളിമറിക് സബ്സ്റ്റൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ന്യൂക്ലിക് ആസിഡ്. ഇതിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ന്യൂക്ലിക് ആസിഡ്. സോ ന്യൂക്ലിക് ആസിഡിനെ സംബന്ധിച്ചാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, ന്യൂക്ലിക് ആസിഡ്. സോ പ്ലീസ് പേ അറ്റൻഷൻ. ന്യൂക്ലിക് ആസിഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു പോളിമർ ആണ്. അതിന്റെ ഒരു മോണോമറിക് യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ന്യൂക്ലിയോടൈഡ്സിനെയാണ്. സോ നമ്മൾ പറയും ന്യൂക്ലിക് ആസിഡ്സ് ആർ സിംപ്ലി പോളി ന്യൂക്ലിയോടൈഡ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ന്യൂക്ലിക് ആസിഡ്സ് ആർ സിംപ്ലി പോളി ന്യൂക്ലിയോടൈഡ്, അതായത് ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ന്യൂക്ലിക് ആസിഡ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ ന്യൂക്ലിയോടൈഡുകൾ ആരൊക്കെയാണ്, ഐ മീൻ ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ ഏതൊക്കെയാണെന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂക്ലിയോടൈഡ്സ്, ഒരു ന്യൂക്ലിയോടൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തുണ്ട്, അതിൽ നമുക്ക് യെസ്, ന്യൂക്ലിയോടൈഡ് ഹാസ് എ നൈട്രജൻ ബേസ് ഉണ്ട്, പിന്നെ അതിലൊരു പെൻറ്റോസ് ഷുഗർ ഉണ്ട്, പിന്നെ അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അതായത് സിംപ്ലി നമ്മുടെ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ഹെട്രോസൈക്ലിക് റിംഗ് ആണ്, അല്ലെങ്കിൽ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ആണ്. So there is a heterocyclic compound അല്ലെ, ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് പ്ലസ് ഏതാ ഒരു മോണോസാക്കറൈഡ് ഉണ്ട്. മോണോസാക്കറൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് യെസ് ഐദർ ഒരു പെൻറ്റോസ് ഷുഗർ ആണ്. ആ പെൻറ്റോസ് ഷുഗർ ഐദർ റൈബോസ് ഓർ ഡിയോക്സി റൈബോസ് പ്ലസ് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ പ്ലസ് ഒരു ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ് ആണ് അല്ലെ. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഓർ ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ് രണ്ടും പറയാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് ഉള്ളത് നമ്മുടെ നൈട്രജൻ ബേസ് തന്നെയാണ്. സോ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നൈട്രജൻ ബേസ് അറിയാം. കാര്യം നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ അല്ലെങ്കിൽ ലിവിംഗ് ഫോമിലുള്ള ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് നൈട്രജൻ ബേസ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു. നൈട്രജൻ ബേസ് ബേസിക്കലി ഓഫ് ടു ടൈപ്സ്, പ്യൂരിൻസ് ആൻഡ് പിരിമിഡിൻസ്. ഒക്കെ അല്ലെ. മോണോസൈക്രൈഡുകൾ ഇവിടെ ഏതാ മെയിൻ ആയിട്ട് നമുക്ക് പെൻറ്റോസ് ഷുഗർ ആണ്. പെൻറ്റോസ് ഷുഗർ, ഈ പെൻറ്റോസ് ഷുഗർ തന്നെ നമുക്ക് മെയിൻലി രണ്ടാളുകളാണ് ഉള്ളത്. ഏതൊക്കെയാണത്? യെസ്, നമുക്ക് റൈബോസ് എന്ന് പറഞ്ഞ ഒരു പെൻറ്റോസ് ഷുഗറും ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഡിയോക്സി റൈബോസ് എന്ന് പറഞ്ഞ ഒരു പെൻറ്റോസ് ഷുഗർ ഉണ്ട്. റൈബോസും ഡിയോക്സി റൈബോസും അങ്ങനത്തെ ഐ മീൻ അങ്ങനെ രണ്ട് പെൻറ്റോസ് ഷുഗർ ഉണ്ട്. ഓക്കെ, അതിന്റെ ബേസിക് ഡിഫറൻസുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോപ്പ് യു റിമെമ്പർ. സോ ഇത്രയാണ് നമുക്ക് ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സിൽ അഡിനിൻ, ഗുവാനിൻ, യുറാസിൽ, സൈറ്റോസിൻ, തൈമിൻ അല്ലേ. അതിൽ പ്യൂരിൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഗുവാനിനും അഡിനിനും ആണ് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ പിരിമിഡിൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആരൊക്കെയാണ്? യെസ്, നമ്മുടെ ബാക്കിയുള്ള ആളുകൾ, അതായത് തൈമിൻ ഉണ്ട്, സൈറ്റോസിൽ ഉണ്ട്, യുറാസിൽ ഉണ്ട് അല്ലേ. യുറാസിൽ നമുക്ക് RNA യിലാണുള്ളത്, തൈമിൻ നമുക്ക് DNA യിലാണുള്ളത്. ആ ഒരു പോയിന്റ് നമുക്കറിയാം. ഇനി നമ്മൾ പെൻറ്റോസ് ഷുഗർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നമുക്ക് പെൻറ്റോസ് ഷുഗർ ആയിട്ടുള്ളത് റൈബോസും ഡിയോക്സി റൈബോസും ആണ്. റൈബോസ് ആണെങ്കിൽ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ആ റൈബോസിന് എക്സ്ട്രാ ഒരു OH ഗ്രൂപ്പ് 2' പൊസിഷനിലുണ്ട്. പക്ഷെ ഡിയോക്സി റൈബോസിൽ ആ OH ഗ്രൂപ്പ് മാറ്റി, അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്, വെറും ഡിയോക്സി റൈബോസ് എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഈസ് ദ pentose sugar in case of RNA, and this is the pentose sugar in case of DNA. So this is our deoxyribose and this is our ribose. Okay, hope you got the idea. And the basic difference between DNA and RNA നമ്മൾ already പറഞ്ഞു കഴിഞ്ഞു. DNA and RNA അല്ലേ, അതായത് the nucleic acid containing the deoxyribose അതാണ് നമ്മുടെ DNA, and nucleic acid containing വെറും റൈബോസ് അതാണ് നമ്മുടെ RNA. ഓക്കെ, ഇനി ഇതിന്റെ ഒരു അതായത് ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് നമുക്കൊരു പെൻറ്റോസ് ഷുഗർ ഉണ്ട്, ആ പെൻറ്റോസ് ഷുഗറിലേക്ക് നമുക്കൊരു നൈട്രജൻ ബേസ് ഉണ്ട്, നൈട്രജൻ ബേസിലേക്ക് നമുക്കൊരു ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്, ഫോസ്ഫോറിക് ആസിഡ്. ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ് അല്ലേ. ഈ ന്യൂക്ലിയോടൈഡ് ക്യാൻ ബി ഓഫ് DNA or RNA. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? നമ്മൾ ഈ ഇതിനെ മാത്രം നോക്കിയാൽ മതി മെയിൻ ആയിട്ട്. നമ്മുടെ ഈ ഒരു 2' പൊസിഷനിൽ OH ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. OH ഉണ്ടെങ്കിൽ അത് RNA ആയിരിക്കും, അല്ലെങ്കിൽ RNAന്റെ പെൻറ്റോസ് ഷുഗറിൽ റൈബോസ് ആയിരിക്കും. OH ഇല്ലെങ്കിൽ അത് DNA ആയിരിക്കും എന്നുള്ളത് സിംപ്ലി നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ ബേസിൽ നമ്മൾ എങ്ങനെയാണ് നെയിം ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹോപ്പ് യു റിമെമ്പർ. ഇനി ഇതിൽ ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ വന്നിട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യുക, എങ്ങനെയാണ് നെക്സ്റ്റ് ന്യൂക്ലിയോടൈഡ് ഇതിലേക്ക് വന്ന് ജോയിൻ ചെയ്യുക, അതിൽ DNA മോളിക്യൂൾ ആകുമ്പോൾ എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ വരിക, അതായത് വാട്സൺ ക്രിക്ക് മോഡൽ, അതൊക്കെ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സെഷൻ എത്തുമ്പോൾ നമ്മൾ പറയും. സോ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് നേച്ചർ ഓഫ് നമുക്ക് നേച്ചർ ഓഫ് ബോണ്ട്സ് ലിങ്കിങ്
polymers അല്ലെങ്കിൽ nature of bonds linking monomers in a polymer എന്നുള്ള topic ആണ്. That is very very important. Okay, simple ആണ് and as at the same time that is very important. So next topic ഞാൻ പറഞ്ഞു nature of bonds linking monomers in a polymer okay, in a polymer. ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് മൂന്ന് ആളുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞതല്ലേ. പോളിമർ ആയിട്ട് പോളിസാക്കറൈഡ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഏതുണ്ട്, പോളിസാക്കറൈഡ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ഉണ്ട് അല്ലേ. പോളിസാക്കറൈഡ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്. സോ മക്കളെ ഇതിൽ ആദ്യം നമുക്ക് പോളിസാക്കറൈഡിന്റെ ബോണ്ടുകൾ പഠിക്കാം. സോ പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അതിൽ ഒരുപാട് മോണോസാക്കറൈഡുകൾ കൂടി ചേർന്നിട്ടാണ് അല്ലേ. മോണോസാക്കറൈഡ് അങ്ങനെ. And the bond in between the monosaccharide that has got the name that is called glycosidic bond. That is very very important. Okay, glycosidic bond ആണ്. And how this glycosidic bond is formed? Simply dehydration is the answer. And the glycosidic bond is formed by ഞാൻ പറഞ്ഞു dehydration reaction ആണ്. Okay, majority dehydration ആണ് കേട്ടോ, dehydration. So അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് സിംപ്ലി നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിന്റെ ഒരു സൈക്ലിക് സ്ട്രക്ചർ ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല. സോ സിംപ്ലി ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിനെ ഞാൻ ഒന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഇങ്ങനെ ഉണ്ടാകും, അതിൽ നിന്ന് ഒരു OH ഇങ്ങനെ താഴോട്ട് വരിക എന്ന് വിചാരിക്കാം. നെക്സ്റ്റ് അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഇങ്ങനെ ഉണ്ടാകും. ഓക്കെ ഫൈൻ. അതിലേക്ക് നെക്സ്റ്റ് ഒരു OH ഗ്രൂപ്പ് ഇങ്ങനെ വീണ്ടും ഇവിടെ ഉണ്ടാകും. ഓക്കെ, ആൻഡ് ശരിക്കും നോക്കാം, ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഒരു വാട്ടർ മോളിക്യൂളിനെ കാണാം. കണ്ടോ, ഒരു OH, ഇവിടുത്തെ ഒരു H. സോ ഒരു വാട്ടർ മോളിക്യൂൾ എസ്കേപ്പ് ആയി. സോ -H2O, that is simply a dehydration reaction അല്ലേ, dehydration reaction. And yes, and how the bond will be formed? Simple ആണ്, നമുക്കറിയാം. yes, ഇതിൽ ഈ ഓക്സിജൻ വെച്ചിട്ടായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ബോണ്ട് ഫോം ചെയ്യുക. ഓക്കെ, and this particular kind of bond is called glycosidic bond. So ഇതാണ് നമ്മുടെ glycosidic bond എന്നർത്ഥം. Okay, so this is simply the glycosidic bond. So simply glycosidic bond is the bond which is present in between the monosaccharide in a polysaccharide or simply a disaccharide അല്ലേ. ഇങ്ങനെ ഒരുപാട് ഗ്ലൈക്കോസിഡിക് ബോണ്ടുകൾ ഇങ്ങനെ ഫോം ചെയ്തിട്ടാണ് പോളിസാക്കറൈഡുകൾ ഉണ്ടാകുന്നത്. ഫോം ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ആണ്. സിമ്പിൾ അല്ലേ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒബ്വിയസ്ലി പ്രോട്ടീൻസ് ആയിരിക്കും അല്ലേ, പ്രോട്ടീൻസ്. സോ ഐ എം കമ്മിങ് ഇൻ ടു ദ പ്രോട്ടീൻസ്. സോ നോക്കാം മക്കളെ, നമ്പർ 2 പ്രോട്ടീൻസ്. നമുക്കറിയാം പ്രോട്ടീൻസിൽ ഒരു പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് അമിനോ ആസിഡുകൾ ഇങ്ങനെ കൂടി ചേർന്നിട്ടാണ് ഫോം ചെയ്യുന്നത് അല്ലേ. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഉള്ള ബോണ്ട് എന്ന് പറയുന്നത് യെസ് വി നോ ദാറ്റ് പെപ്റ്റൈഡ് ബോണ്ട് എന്നാണ് പറയാം, പെപ്റ്റൈഡ് ബോണ്ട്. And again this peptide bond is formed by what reaction? Peptide bond is formed by again dehydration തന്നെയാണ്, dehydration. So this is again dehydration. So peptide bond is formed by dehydration reaction. Now ഇത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് കാണിച്ചു നോക്കാം. നമുക്കറിയാം ഒരു അമിനോ ആസിഡ് എന്ന് പറയുന്നത് നമുക്കൊരു സെൻട്രൽ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു COOH നമ്മൾ ഇങ്ങോട്ടേക്ക് കാണിക്കും റൈറ്റ് സൈഡിലേക്ക്, ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ NH2 ആണ് സാധാരണ കാണിക്കുക അല്ലേ. ഇതൊരു R1 എടുത്തു, ഇവിടെ H എടുത്തു. ഇനി നെക്സ്റ്റ് അമിനോ ആസിഡ് നമ്മൾ ഇങ്ങനെ കാണിക്കാൻ പോവാണ്, ഇവിടെ COOH ഉണ്ട്, ഇവിടെ നമ്മൾ NH2 കാണിക്കാൻ പോവാണ്. സോ NH2 ഓക്കെ, ഇവിടെ നമുക്ക് ഉള്ളത് R2, അങ്ങനെ പോകും. സോ ഞാനൊരു ഡൈപെപ്റ്റൈഡ് ഫോം ചെയ്യുന്നതാണ് കാണിക്കുന്നത് അല്ലേ. സോ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു H, ഇവിടുന്ന് ഒരു H, അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു OH കണ്ടോ, ഇവിടുന്ന് ഒരു H ഉം ഇവിടുന്ന് ഒരു OH ഉം. ഓക്കെ, ഇത് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും പോകുക, -H2O, ദാറ്റ് ഈസ് ഡീഹൈഡ്രേഷൻ അല്ലേ. സോ ഡീഹൈഡ്രേഷൻ. ഇനി എങ്ങനെയായിരിക്കും ബോണ്ട് ഫോം ചെയ്യുക? വളരെ സിമ്പിൾ ആണ്, നോക്കിയിട്ട് നമുക്ക് പറയാം. R1CO, യെസ് ഒരു ബോണ്ട്, ദെൻ N, ഇവിടുന്ന് ഒരു H ആണ് പോയത്, സോ NH ബാക്കി ഉണ്ടാവും അല്ലേ, NH അല്ലെങ്കിൽ HN എന്ന് എഴുതാം, NH ബാക്കി ഉണ്ടാവും. CR2COOH H. ക്ലിയർ? ഇവിടുന്ന് ഒരു H, ഇവിടുന്ന് ഒരു NH2, സോ ഇവിടെ ഈ ഒരു ബോണ്ടിന് കണ്ടോ, ഈ CONH, അതിന്റെ ഈ ഒരു ബോണ്ടിന് വിളിക്കുന്ന പേരാണ് എന്തായിരിക്കും ഈ ഒരു ബോണ്ടിന് വിളിക്കുന്ന പേര്?
peptide bond. So this is the peptide bond, and peptide bond form ചെയ്തത് basically by what reaction? Dehydration reaction. Okay, I think ഇങ്ങനെയാണ്. സോ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് നമ്മൾ N ടെർമിനൽ എന്ന് പറയും. ഇങ്ങനെ പോയി ലാസ്റ്റ് ആണ് ഇത് വിചാരിക്കുക. സോ ലാസ്റ്റ് ടെർമിനലിൽ COH ആണ്. സോ ദിസ് ഈസ് termed as C terminal എന്നും പറയും. I think you got the answer. I think you got regarding the proteins as well. Now നമുക്ക് ന്യൂക്ലിക് ആസിഡിലേക്കാണ് നമുക്ക് കയറാനുള്ളത്. That is very very important. Okay, ന്യൂക്ലിക് ആസിഡ് ആണ് നമുക്ക് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ന്യൂക്ലിക് ആസിഡിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് പോളിന്യൂക്ലിയോടൈഡ് ആണ് ആദ്യം തന്നെ, അല്ലേ? സോ ന്യൂക്ലിക് ആസിഡ് ഈസ് എ ഇതൊരു ന്യൂക്ലിയോടൈഡ്, നെക്സ്റ്റ് ന്യൂക്ലിയോടൈഡ്. Okay, and you have to understand this particular bond എന്ന് പറയുന്നത് the bond between the nucleotides. This is called phosphodiester bond എന്നാണ് പറയുന്നത്. എന്താണ്? Phosphodiester bond. The bond present between the adjacent nucleotides is called phosphodiester bond, and this is again formed by dehydration. സോ ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഒരു ന്യൂക്ലിക് ആസിഡിന്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകണം. സോ സിമ്പിൾ ആയിട്ട് ഞാനൊരു ന്യൂക്ലിയോടൈഡിനെ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് വരച്ചതാണ്. യെസ്, ഇവിടെ നൈട്രജൻ ബേസ് ആണ്, ആൻഡ് ദ ബോണ്ട് പ്രസന്റ്, ഇവിടെ ഉള്ള ബോണ്ട് കൂടെ നമുക്കറിയണം. ദ ബോണ്ട് പ്രസന്റ് in between the nitrogen base and pentose sugar. ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാകുമല്ലോ. ഈ ബോണ്ടിനെ വിളിക്കുന്ന പേര് N-glycosidic bond എന്നാണ്. എന്താണ്? N-glycosidic bond. Okay, and നമുക്കറിയാം ഇവിടെ നമുക്കൊരു CH2OH ഉണ്ടായിരുന്നു. ആ CH2OH-ലേക്ക് ഒരു OH ഗ്രൂപ്പിലേക്കാണ് ആസിഡ് ഗ്രൂപ്പ് ഫോം ചെയ്തത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഫോം ചെയ്ത ബോണ്ട്, ദാറ്റ് ഈസ് ഫോസ്ഫോറിക് ആസിഡിലേക്ക് ഫോം ചെയ്ത് ഇവിടെ ഒരു ആൾറെഡി എന്ത് ബോണ്ട് ഉണ്ട്? ഇവിടെ ആൾറെഡി ഒരു എസ്റ്റർ ബോണ്ടിലാണ് ഈ ഫോസ്ഫോറിക് ആസിഡ് ഇവിടെ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഒരു എസ്റ്റർ ബോണ്ട് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമ്മൾ DNA-ന്റെ ഒരു സ്ട്രക്ചറിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. സോ നെക്സ്റ്റ് സിംപ്ലി സെയിങ്, ഇവിടെ നമുക്കൊരു OH ഗ്രൂപ്പ് വീണ്ടും ഉണ്ടാകും, അല്ലെ? ഇവിടെ ഒരു OH ഗ്രൂപ്പ് ഉണ്ടാകും. ഓക്കെ, ഇത് ഇവിടെ OH ഗ്രൂപ്പ് ഉണ്ടാവില്ല എന്നുള്ളത് ഡിപെൻഡ്സ്, അല്ലെ? ഈ ഒരു സെക്കൻഡ് പൊസിഷനിൽ OH ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? റൈബോസ് ആയിരിക്കും. സെക്കൻഡ് പൊസിഷനിൽ OH ഇല്ലെങ്കിൽ അത് ഡിയോക്സി റൈബോസ് ആയിരിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോ നൗ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ഒരു ന്യൂക്ലിയോടൈഡ് ഞാൻ കാണിക്കുകയാണ്. ഈ ന്യൂക്ലിയോടൈഡിൽ കാര്യമായിട്ട് ഡിഫറൻസ് വരല് ഈ നൈട്രജൻ ബേസിന്റെ ബേസിലാണ്. അതുകൊണ്ടാണ് നൈട്രജൻ ബേസിന്റെ ബേസിലായിരിക്കും ന്യൂക്ലിയോടൈഡിന്റെ നെയിമിംഗ് വരിക എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്, അല്ലേ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഫോസ്ഫേറ്റും ഇവിടെ ഉണ്ടാകും. ക്ലിയർ അല്ലേ? ഈ ഫോസ്ഫേറ്റിൽ ഇവിടെ ഫോം ചെയ്യുന്നത് എസ്റ്റർ ബോണ്ടിലാണ് ഈ ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ആസിഡ് ഗ്രൂപ്പ് അല്ലേ? ഇവിടെ ഒരു ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഏതുണ്ട്? ഇവിടെ ഒരു ആൽക്കഹോൾ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടുന്ന് വീണ്ടും ഒരു ബോണ്ട് ഫോം ചെയ്യാണ്. കണ്ടോ, ഇവിടുന്ന് വീണ്ടും ഒരു ബോണ്ട് ഫോം ചെയ്യാണ്. ഓക്കെ, സോ ഈ ഫോം ചെയ്യുന്ന ബോണ്ട് അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ബോണ്ട് എന്ന് പറയുമ്പോൾ കണ്ടോ, ഈ പർട്ടിക്കുലർ ബോണ്ടാണ്, അല്ലേ? ഈ പർട്ടിക്കുലർ ബോണ്ട് നമ്മൾ വിളിക്കുന്ന പേര്. സോ ദിസ് പർട്ടിക്കുലർ ബോണ്ട്, ഈ പർട്ടിക്കുലർ ബോണ്ട് വെച്ചിട്ടാണ് ഈ രണ്ട് ന്യൂക്ലിയോടൈഡും ജോയിൻ ചെയ്തത്. സോ ഈ ജോയിൻ ചെയ്ത ബോണ്ട് എന്ന് പറയുന്നത് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് ആണ്. എന്താണ്? ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത് ഫോസ്ഫോഡൈഎസ്റ്റർ എന്ന് പറയുന്നത്? ഇതൊരു എസ്റ്റർ ബോണ്ട് ആണ്, പക്ഷെ ഇവിടെ ആൾറെഡി കണ്ടോ, ഇവിടെ ആൾറെഡി ഈ ഫോം ചെയ്ത ബോണ്ട് എന്ന് പറയുന്നത് ഒരു എസ്റ്റർ ബോണ്ട് ആൾറെഡി ഇവിടെ ഉണ്ട്. അത് നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് phosphodiester bond. So the bond present between adjacent nucleotides in a nucleic acid is phosphodiester bond. That is very 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 important. I think you got the answer. So ഇങ്ങനെ ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ കൂടി ചേർന്ന ഒരു ഒറ്റ സ്ട്രാൻഡ് ആണെങ്കിൽ അത് RNA ആയിരിക്കും. ഇനി ഈ ഒരു സ്ട്രാൻഡിലേക്ക് നെക്സ്റ്റ് വേറൊരു സ്ട്രാൻഡും കൂടെ വരികയാണെങ്കിൽ അത് DNA ആയിരിക്കും. ഓക്കെ, അങ്ങനെ DNA-ന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മോഡൽ ഉണ്ടല്ലോ, നമുക്ക് അതിനെ വിളിക്കുന്ന പേര് വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ആണ്. സോ നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ. സോ വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ആണ് നമുക്ക് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾ കുറച്ചുകൂടെ ഇൻ ഡെപ്ത് ആയിട്ട് നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? നിങ്ങൾ ജെനറ്റിക്സ് എന്നുള്ള പാർട്ടിൽ പഠിച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് യു നോ മോസ്റ്റ് ഓഫ് ദ തിങ്സ്. എന്നാലും നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ നമ്മൾ പറയും രണ്ട് സ്ട്രാൻഡ് ഓഫ് DNA നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 2 strands are actually twisted in the form of a double helix, അല്ലേ? അതുകൊണ്ടാണ് ഡബിൾ ഹെലിക്കൽ മോഡൽ എന്നാണ് ഇതിന് പറയാം.
സോ ഡബിൾ ഹെലിക്സ് ആണ് ഈ രണ്ട് സ്ട്രാൻഡ് എന്ന് പറയും. ഓക്കെ, ഡബിൾ ഹെലിക്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ഹെലിക്സ് ആണെങ്കിൽ നമ്മൾ സാധാരണ ചിലപ്പോൾ നമ്മൾ അറിയാതെ വരയ്ക്കാൻ തോന്നുന്നത് നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് നമുക്കിത് വരയ്ക്കുക. പക്ഷെ ഇത് തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം എന്താണെന്ന് അറിയോ? ഈ ഡബിൾ ഹെലിക്സിന്റെ ഒരു ഇത് പറയുന്നത് ഈ രണ്ട് സ്ട്രാൻഡും മ്യൂച്വലി പാരലൽ ആണ്, മ്യൂച്വലി ആന്റി പാരലൽ ആണ്. അല്ലെങ്കിൽ ഇതിന്റെ സ്ട്രാൻഡ് ആക്ച്വലി കിടക്കുന്നത് പാരലൽ ആണ്. അങ്ങനെ പാരലൽ ആവണമെങ്കിൽ മെജോറിറ്റി പോർഷനും ഇവർ പാരലൽ ആണ് എന്നുള്ള അർത്ഥം വരുന്ന കണ്ടോ. നെക്സ്റ്റ് സ്റ്റാൻഡ് വരയ്ക്കുമ്പോൾ കണ്ടോ ഇവിടെ പാരലൽ ആയി ഇങ്ങനെ പോയി, പക്ഷെ ഇത് ക്രോസ് ചെയ്തു, വീണ്ടും പാരലൽ ആയിട്ട് ഇങ്ങനെ പോയി, പിന്നെയും ക്രോസ് ചെയ്തു, പിന്നെ ഇങ്ങനെ പാരലൽ ആയിട്ട് ഇങ്ങനെ പോയി, പിന്നെയും ക്രോസ് ചെയ്തു. ഇങ്ങനെയാണ് ആക്ച്വലി വരിക. സോ ഐ തിങ്ക് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത് കറക്റ്റ് അല്ല, പക്ഷെ റെപ്രസെന്റ് ചെയ്യാൻ വരയ്ക്കാം. പക്ഷെ കറക്റ്റ്ലി ഇതിന്റെ ഒരു റെപ്രസെന്റേഷൻ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, ദിസ് ഈസ് ദ കറക്റ്റ് വേ ഹൗ യു ഹാവ് ടു ഡ്രോ ദ ഡബിൾ ഹെലിക്സ്. സോ ഡബിൾ ഹെലിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ രണ്ട് സ്ട്രാൻഡ് നമ്മൾ ഇതൊരു 3 ഡയമെൻഷനിൽ ആണല്ലേ ഈ ഹെലിക്സ് നമുക്ക് കാണാം. പക്ഷെ നമ്മൾ 2 ഡയമെൻഷനിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇതിനെ നമ്മൾ 2 ഡയമെൻഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. സോ ഫസ്റ്റ് സ്ട്രാൻഡ് ഇതാണെങ്കിൽ ഫസ്റ്റ് സ്ട്രാൻഡിന്റെ ഒരു ഡയറക്ഷൻ നമ്മൾ 5' to 3' ആണെങ്കിൽ നെക്സ്റ്റ് സ്ട്രാൻഡും ഇതിന് പാരലൽ ആണ്. പക്ഷെ പാരലൽ എന്ന് മാത്രമല്ല പറയാം, ആന്റി പാരലൽ ആണ്. ഓക്കെ, ആന്റി പാരലൽ എന്ന് പറയുമ്പോൾ 3' to 5' ഡയറക്ഷനിലാണ്. ഓക്കെ, so this is 5' to 3', but this is 3' to 5' direction. Okay, that you have to understand. ഇതാണ് നെക്സ്റ്റ് പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്പർ 3 പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിൽ ഓരോ ആളുകളെയും ഈ ഓരോ സ്റ്റാൻഡിനെയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതായത് backbone of DNA helix is formed by sugar phosphate chain ആണ്. സോ backbone DNA helix നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഹെലിക്സ് ആണല്ലേ. ഹെലിക്സ് അറിയുമ്പോൾ ഒരു ചുറ്റുഗോവണി, ആ ചുറ്റുഗോവണിന് നമ്മൾ ഒരു എന്താ പറയുക, ചുറ്റുഗോവണി എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ ആണ് അല്ലേ, ഇങ്ങനെയുള്ള സ്ട്രക്ചർ ആണ്. അതിന് നമ്മളൊരു 2 ഡയമെൻഷനിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സിംപ്ലി ഒരു കോണി ഉണ്ടാവും അല്ലേ. ഒരു കോണി എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാവും അല്ലേ, ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവും. സോ ഈ കോണിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് കണ്ടോ ഈ സാധനമല്ലേ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ സാധനമാണ് ബാക്ക് ബോൺ. ഈ കോണിന്റെ സ്റ്റെപ്പാണ് കോണിന്റെ മെയിൻ ആളെങ്കിലും ഈ കോണിന്റെ സ്റ്റെപ്പിനെ അവിടെ നിലനിർത്താൻ ആ ബാക്ക് ബോൺ ഉണ്ടായേ പറ്റുള്ളൂ. ഓക്കെ, ഈ ബാക്ക് ബോൺ എന്ന് പറയുന്ന സാധനം ഈസ് ഫോംഡ് ബൈ വാട്ട് യു നോ, ഷുഗർ ഫോസ്ഫേറ്റ് ഷുഗർ ചെയിൻ എന്നാണ് NCERT പറയുന്നത്. ഷുഗർ ഫോസ്ഫേറ്റ് ഷുഗർ ചെയിൻ. ഓക്കെ, അതാണ് NCERT ആദ്യം പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഇങ്ങോട്ടേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ആളുകൾ ആരൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട്. നൈട്രജൻ ബേസ് അല്ലെ, നൈട്രജൻ ബേസ് ആർ പ്രൊജക്ടിങ് ഇൻസൈഡ്, അതും പറഞ്ഞിട്ടുണ്ട്. നൈട്രജൻ ബേസ് ആർ projecting inside the backbone അല്ലെ, inside the backbone. and ഈ നൈട്രജൻ ബേസ് അവിടുന്ന് ഇവിടുന്ന് പ്രൊജക്ട് ചെയ്യുന്നു. ആൻഡ് ഈ നൈട്രജൻ ബേസ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ത്രൂ ഹൈഡ്രജൻ ബോണ്ട് ആണ്. ദാറ്റ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ നെക്സ്റ്റ് നൈട്രജൻ ബേസ് വരുന്നു. ആൻഡ് ഈ കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ നൈട്രജൻ ബേസുകൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ട് ആണ്. ദാറ്റ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ബാക്ക് ബോൺ ഫോം ചെയ്യുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് ഷുഗർ ആണ്. സോ അത് ഞാൻ ചുമ്മാ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ബാക്ക് ബോൺ മാത്രം ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. സോ പ്ലീസ് പേ അറ്റൻഷൻ. ഇവിടെ നമുക്ക് ഒരു ഷുഗർ ഞാൻ വരച്ചു, പിന്നെ അതിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റ്. ഷുഗർ എന്ന് പറയുമ്പോൾ ഹോപ്പ് യു റിമെമ്പർ പെൻറ്റോസ് ഷുഗർ ആണ്. അതിൽ നിന്ന് ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഫോസ്ഫേറ്റ് ആക്ച്വലി ഇങ്ങനെ മേലോട്ട് കാണിക്കൂ അല്ലേ, മേലോട്ട് ഇങ്ങനെ കാണിച്ചെന്ന് വിചാരിക്കാം. നെക്സ്റ്റ് ഷുഗറിന്റെ ഫോസ്ഫേറ്റ് കണ്ടോ ഇങ്ങനെ മേലോട്ട് ഈ പോകുന്നത് നെക്സ്റ്റ് ഷുഗറിന്റെ ഫോസ്ഫേറ്റ് ആണ്. ഓക്കെ, ഇങ്ങനെ പോയി നെക്സ്റ്റ് ഷുഗർ ഇവിടെ താഴെ ഉണ്ട്, അതിൽ നിന്നുള്ള ഫോസ്ഫേറ്റ് വീണ്ടും ഇവിടെ വന്നു. ഓക്കെ, ഈ ഫോസ്ഫേറ്റ് വഴിയാണ് ഇവിടെ കണക്ഷൻ. ഓക്കെ, ഇങ്ങനെ ഒരു ബാക്ക് ബോൺ ഉണ്ട്. പക്ഷെ ഈ ഷുഗറിൽ നിന്നുള്ള നൈട്രജൻ ബേസ് ആണ് ഉള്ളിലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു കോണിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ത്രൂ നൈട്രജൻ ബേസ് ആണ്. ഫോസ്ഫേറ്റ് അവിടെ തന്നെ നിൽക്കുകയാണ്, പക്ഷെ ഷുഗറിൽ നിന്ന് നൈട്രജൻ ബേസ് ഉണ്ട്, അത് മാറിപ്പോകരുത്. ഓക്കെ, ഷുഗറിൽ നിന്ന് അഗൈൻ നൈട്രജൻ ബേസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നൈട്രജൻ ബേസിൽ തമ്മിലുള്ള നെക്സ്റ്റ് ചെയിന്റെ നൈട്രജൻ ബേസ് ഇവിടെ ഉണ്ടാകും. ഓക്കെ, അതിൽ നിന്നുള്ള ഷുഗർ ഇവിടെ ഉണ്ടാകും, ഫോസ്ഫേറ്റ് അഗൈൻ മേലോട്ട് ഉണ്ടാകും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നൈട്രജൻ ബേസ്. ഈ നൈട്രജൻ ബേസുകൾ തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം അത് ഡബിൾ ആവാം, ട്രിപ്പിൾ ആകാം അല്ലെ. ഷുഗർ, അതിൽ നിന്നുള്ള ഫോസ്ഫേറ്റ് അഗൈൻ ഇങ്ങനെ വരുന്നു, വീണ്ടും ഇങ്ങനെ കണക്ഷൻ. ഓക്കെ ഫൈൻ. സോ നെക്സ്റ്റ് ഡബിൾ ബോണ്ട് ഞാൻ കാണിച്ചു, നൈട്രജൻ ബേസ് തമ്മിൽ കണക്ട് ചെയ്തു, ഷുഗർ, നെക്സ്റ്റ് ഇതാകണ്ടോ ഫോസ്ഫേറ്റ്. ക്ലിയർ, ഫോസ്ഫേറ്റ്. സോ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു വസ്തുത എന്താന്ന് വെച്ചാൽ
ഇത് നമ്മളൊരു 2 ഡയമെൻഷണൽ 3 ഡയമെൻഷണൽ ഹെലിക്കൽ ഫിഗർ നമ്മൾ 2 ഡയമെൻഷനിലോട്ട് കൺവേർട്ട് ചെയ്ത ഇതൊരു കോണിയായിട്ട് അസ്യൂം ചെയ്താൽ ഇതാണ് ഇതിന്റെ ബാക്ക് ബോൺ. കണ്ടോ, ബാക്ക് ബോൺ ആയിട്ട് ആ കോണിന്റെ ബാക്ക് ബോൺ ആയിട്ടുള്ളത് ഷുഗർ ഫോസ്ഫേറ്റ് ഷുഗർ ആണ്. അതിന്റെ ഉള്ളിലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് നൈട്രജൻ ബേസ് ആണ്. സോ അതിന്റെ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കറക്റ്റ്ലി ഈ നൈട്രജൻ ബേസ് ആണെന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് നൗ സം ഐഡിയ. ഇനി ഇതിലെ ഓരോരോ കാര്യങ്ങളും നമ്മൾ ഇതിനെ കറക്റ്റ്ലി ഇതിന്റെ ഈ ഒരു ഫിഗറിന്റെ ഒരു റെപ്രസെന്റേഷൻ എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് നമ്മൾ ഇതിലെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചതാണ്. സോ ഞാനിത് സിംപ്ലി ആക്ച്വൽ ഫിഗറിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഷുഗർ എന്നുള്ളത് പെൻറ്റോസ് ഷുഗർ ആണ് അല്ലേ. പെൻറ്റോസ് ഷുഗർ നമ്മൾ എങ്ങനെ വരക്കും? ഇതാണ് നമ്മുടെ പെൻറ്റോസ് ഷുഗർ. കണ്ടോ, പെൻറ്റോസ് ഷുഗർ. ഓക്കെ ഫൈൻ. പെൻറ്റോസ് ഷുഗറിൽ നിന്ന് ഒരു നൈട്രജൻ ബേസ് സപ്പോസ് ഞാനൊരു അഡിനിൻ വരച്ചെന്ന് വിചാരിക്കാം. അഡിനിൻ വരച്ചു. ഓക്കെ, ആൻഡ് യെസ് ഇവിടുന്ന് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈ അഡിനിൻ ഈസ് ബോണ്ടഡ് ടു ഏതായിരിക്കും? തൈമിൻ ഓഫ് ദ ന്യൂക്ലിയോടൈഡ് ഓഫ് ദ അതർ സ്ട്രാൻഡ് അല്ലേ. ഓക്കെ, അതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇത് തലകുത്തനെയാണ് നിൽക്കുക എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അതായത് ഇങ്ങനെ ആയിരിക്കും നിൽക്കുക. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇവിടുത്തെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇത് നമുക്ക് ഇങ്ങനെയാണ് കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ് ഐ തിങ്ക് നൗ യു ഗോട്ട് സം ഐഡിയ. ഫോസ്ഫേറ്റ് ഇങ്ങനെ താഴോട്ട് വരുന്നു, ഇങ്ങനെയാണ് വരുന്നത്. ഇതിലെ നമ്പറിംഗും നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് 1 2 3 4 5. ഓക്കെ, ഇവിടെ നമ്പറിംഗ് എങ്ങനെ വരിക? യെസ്, ഇവിടെ 1 2 3 4 5 ഇങ്ങനെയാണ് വരിക. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ന്യൂക്ലിയോടൈഡ് ഞാൻ കാണിക്കാൻ പോവാണ്. നെക്സ്റ്റ് ന്യൂക്ലിയോടൈഡ് എങ്ങനെയായിരിക്കും ഉണ്ടാകുക? ഓക്കെ, നെക്സ്റ്റ് ന്യൂക്ലിയോടൈഡ് കാണിക്കാൻ പോവാണ്. യെസ്, ഇവിടുന്ന് നെക്സ്റ്റ് ന്യൂക്ലിയോടൈഡ് ഇങ്ങനെ കാണിക്കുന്നു. ഓക്കെ, അതിൽ നിന്ന് സപ്പോസ് ഒരു ഗുവാനിൻ വന്നു എന്ന് വിചാരിക്കാം. സോ ഇവിടെ നമുക്ക് ആരുണ്ട്? ഫോസ്ഫേറ്റ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തു. ഈ ഫോസ്ഫേറ്റിൽ നിന്ന് ബോണ്ട് ആക്ച്വലി ഫോം ചെയ്യുന്നത് കണ്ടോ, ഈ ഫിഫ്ത്തിൽ നിന്ന് ഇവിടുത്തെ തേർഡിലേക്ക്. അത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് അല്ലേ. നേരത്തെ കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആസിഡ് ഗ്രൂപ്പും ഇവിടുത്തെ ആൽക്കഹോൾ ഗ്രൂപ്പുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് guanine will be bonded through triple bond to cytosine of the next nucleotide. ഓക്കെ, അതും എങ്ങനെയായിരിക്കും? യെസ്, ഇങ്ങനെ തലകുത്തനായിരിക്കും ഫോം ചെയ്യുക. ക്ലിയർ അല്ലേ? തലകുത്തനായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാകുക. യെസ്, ഓക്കെ ഫൈൻ. സോ നമ്പറിംഗ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. 1 2 3 4 5. 5ൽ ഫോസ്ഫേറ്റ്. അഗെയിൻ 1 2 3 4. യെസ്, ഇവിടെ നമുക്ക് ഫോർത്തിൽ നിന്ന് നമുക്ക് എന്ത് വരുന്നു? ഫോർത്തിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഇതിലെ ഫോസ്ഫേറ്റ് ഇങ്ങനെ താഴോട്ട് വരുന്നു. ഇവിടെയാണ് നമുക്ക് ഫിഫ്ത്ത് പൊസിഷൻ വരിക അല്ലേ. സോ ഇവിടെ ശരിക്കും നോക്കൂ, ഇവിടെ 3യിൽ നിന്ന് ഈ ഒരു 3യിലോട്ടാണ്, ഈ ഒരു ഫിഫ്ത്ത് പൊസിഷനിൽ നിന്ന് ഈ 3യിലോട്ടാണ് ബോണ്ട് ഫോം ചെയ്യുക. ക്ലിയർ അല്ലേ? അങ്ങനെ ബോണ്ട് ഫോം ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ന്യൂക്ലിയോടൈഡും കൂടെ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഞാനിത് നിർത്താം. കൺസെപ്റ്റ് മനസ്സിലാക്കാനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് ഞാൻ സപ്പോസ് ഒരു തൈമിൻ എന്നെടുത്തു. കഴിഞ്ഞാൽ ഇവിടെ ഒബ്വിയസ്ലി അഡിനിൻ വരും അല്ലെ. അത് നമുക്കറിയാം. ഇവിടുന്ന് ഫോസ്ഫേറ്റ് വന്നു, ബോണ്ട് ഇങ്ങനെ ഫോം ചെയ്തു. അത് വളരെ സിമ്പിൾ ആണ്. നെക്സ്റ്റ് ഇതേപോലെ തന്നെ നമുക്ക് കാണിക്കാം. യെസ്, എങ്ങനെ വരും? ഇവിടുന്ന് എന്തായാലും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് താഴോട്ട് വരും. ക്ലിയർ അല്ലേ? ഓക്കെ, ബോണ്ട് വിൽ ബി ഫോംഡ് ത്രൂ ദിസ്. ഓക്കെ, ഇനി ഇവിടുത്തെ ഡയറക്ഷൻ നമുക്ക് കറക്റ്റ് മനസ്സിലാകണമെങ്കിൽ കണ്ടോ, ഇത് ഫിഫ്ത്ത് പൊസിഷനാണ്. ഈ എൻഡ് ഫിഫ്ത്താ. എൻഡ് ആയതുകൊണ്ട് ഇതിന് 5 എന്നല്ല എഴുതുക, 5 പ്രൈം എന്നാണ് എഴുതുക. ഇനി ഇവിടെ നോക്കൂ, ഇവിടുത്തെ എൻഡ് ഇതാണ് അല്ലേ. 3 എന്നല്ല എഴുതുക, ഇവിടെ എൻഡ് ആയതുകൊണ്ട് 3 പ്രൈം എന്ന് എഴുതും. ഇനി ഇവിടെ കണ്ടു, ഇവിടെ ഈ എൻഡ് ഏതാ? ഇവിടെ 5 ആണ്. ഇത് എൻഡ് ആയതുകൊണ്ട് 5 പ്രൈം എന്ന് എഴുതുന്നു. ഇനി ഈ എൻഡ് ഏതാ? യെസ്, 1 2 3 ആണ്. സോ ദിസ് ഈസ് 3 പ്രൈം. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ ഡയറക്ഷൻ 5 പ്രൈം 3 പ്രൈം 3 പ്രൈം 5 പ്രൈം എന്നുള്ള രീതിയിലായത്. ഓക്കെ, നൗ യു ഗോട്ട് ഐഡിയ. ഐ തിങ്ക് ഇങ്ങനെയാണ് ഈ ഒരു ഡി എൻ എയിലെ ഓരോ സ്ട്രാൻഡിന്റെയും കണക്ഷൻ വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഫൈൻ. നെക്സ്റ്റ് നമുക്കറിയാം. സോ നമ്മൾ പറഞ്ഞ പോസ്റ്റുലേറ്റ് തന്നെയാണ് നെക്സ്റ്റ്. അഡിനിൻ ബോണ്ടഡ് ടു തൈമിൻ ത്രൂ ഡബിൾ ബോണ്ട് ആൻഡ് ഗുവാനിൻ ബോണ്ടഡ് ടു സൈറ്റോസിൻ ത്രൂ ട്രിപ്പിൾ ബോണ്ട് എന്നുള്ള കാര്യം. നെക്സ്റ്റ് നമുക്ക് പിച്ച് ഓഫ് ദ ഹെലിക്സ് ആണ്. പിച്ച് ഓഫ് ദ ഹെലിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കംപ്ലീറ്റ് ടേണിന് വേണ്ടത്. നിങ്ങൾ സോളിനോടൊക്കെ ഫിസിക്സിൽ പഠിച്ച പോലെ അല്ലേ. ഈ ഒരു കംപ്ലീറ്റ് ടേണിന്റെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് പിച്ച് ഓഫ് ദ ഹെലിക്സ് എന്ന് പറയുന്നത്. സോ ആ ഒരു കംപ്ലീറ്റ് ടേണിന്റെ പിച്ച് നമുക്കറിയാം. ആ ഒരു കംപ്ലീറ്റ് ടേണിന്റെ പിച്ച് എന്ന് പറയുന്നത് 34 ആംഗ്സ്ട്രോം ആണ്. എത്രയാണ്?
യെസ്, പിച്ച് ഓഫ് ദ ഹെലിക്സ് എന്ന് പറയുന്നത് നമുക്ക് 34 ആങ്സ്ട്രോം ആണ് ടോട്ടലി ഉള്ളത്. സോ ദിസ് ഈസ് ടോട്ടൽ ഈസ് 34 ആങ്സ്ട്രോം. 34 ആങ്സ്ട്രോം. ഓക്കെ, സോ പിച്ച് ഓഫ് ദ ഹെലിക്സ് ഈസ് 34 ആങ്സ്ട്രോം. ഈ 34 ആങ്സ്ട്രത്തിനെ നമ്മൾ നാനോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്താൽ 3.4 നാനോമീറ്റർ എന്ന് കിട്ടും. 3.4 നാനോമീറ്റർ. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇവിടെ 1 2 3 4 5 6 7 8 9 10 10 ബേസ് പെയർസുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയുന്നത്. 10 ബേസ് പെയർസുകൾ ഉണ്ട്. ഓക്കെ, ഈ 10 ബേസ് പെയർസ് ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ബേസ് പെയർസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഓരോ ബേസ് പെയർസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈ 34 ആങ്സ്ട്രോം ഡിവൈഡ് ബൈ 10 ചെയ്താൽ മതി. എത്രയായിരിക്കും അത്? 0.34 നാനോമീറ്റർ ആയിരിക്കും. സോ distance between എന്ത് പറയാം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നൈട്രജൻ ബേസ് പെയർസ് അല്ലെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നൈട്രജൻ ബേസ് പെയർസ് എന്ന് പറയുന്നത് നമ്മൾ എത്രയാ? 3.4 ആങ്സ്ട്രോം എന്ന് പറയാം, അല്ലെങ്കിൽ 0.34 നാനോമീറ്റർ എന്നും പറയാം. ഓക്കെ, ഈ കൺവേർഷൻ അറിയാമെന്ന് വിചാരിക്കുന്നു. സോ നമുക്കറിയാം ഇതിന്റെ ഇടയിൽ എത്ര ബേസ് പെയർസ് ഉണ്ട് ഒരു സ്ട്രാൻഡിൽ അല്ലെങ്കിൽ ഒരു പിച്ചിൽ നമുക്ക്, അല്ലെങ്കിൽ there are 10 nitrogen base pairs in one full turn of DNA. ഒരു ഫുൾ ടേണിൽ നമുക്ക് 10 നൈട്രജൻ ബേസ് പെയർസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, സോ in one full turn of DNA, yes, എത്ര നൈട്രജൻ ബേസ് പെയർസ് ഉണ്ട്? 10 നൈട്രജൻ ബേസ് പെയർസ് ആർ പ്രസന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ആക്ച്വലി സ്പീക്കിംഗ് ഇത് വെച്ചിട്ട് നമ്മൾ DNA ഫുൾ ലെങ്ത്തിന്റെ ഡിസ്റ്റൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? കാര്യം നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് നൈട്രജൻ ബേസ് പെയർസ് ഇൻ ഫുൾ DNA, ഒരു ഫുൾ DNA നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്ന ഫുൾ DNA നമ്മൾ എടുത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർസ് in full DNA എത്രയാ? in full DNA അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6.6 into 10 raised to 9 ബേസ് പെയർസ് ആണ്. 6.6 into 10 raised to 9 ബേസ് പെയർസ് ആണ്. ആൻഡ് നമുക്കറിയാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നൈട്രജൻ ബേസ് പെയർസ് എത്രയാ? അതിപ്പോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു 0.34 നാനോമീറ്റർ. അല്ലെങ്കിൽ 0.34 നാനോമീറ്റർ എന്നുള്ളത് 0.34 into 10 raised to minus 9 മീറ്റർ എന്ന് എഴുതാം അല്ലെ, മീറ്റർ എന്ന് എഴുതാം. സോ നമുക്കറിയാം, നമുക്കിപ്പോ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് എന്താ? യെസ്, ഇത് കണ്ടോ, ഇങ്ങനെ ഒരുപാട് നൈട്രജൻ ബേസ് പെയർസ് ഉണ്ട് എന്ന് നമുക്കറിയാം. എത്ര ടോട്ടൽ നൈട്രജൻ ബേസ് പെയർസിന്റെ എമൗണ്ട്, അതിന്റെ വാല്യൂ നമുക്ക് കിട്ടി 6.6 into 10 raised to 9. ഇതിൽ ഓരോന്നിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം. സോ ടോട്ടൽ ലെങ്തിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർസ് ഇൻറ്റു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നൈട്രജൻ ബേസ് പെയർസ് ചെയ്താൽ ഇത് കംപ്ലീറ്റ് ഉള്ള ഡിസ്റ്റൻസ് കിട്ടും. ദാറ്റ് ഈസ് ദ ഫുൾ ലെങ്ത് ഓഫ് DNA നമുക്ക് കിട്ടും. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ ലെങ്ത് ഓഫ് DNA നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. therefore length of full DNA is equal, ഇത് രണ്ടും ഇൻറ്റു ചെയ്യുക. 6.6 into 10 raised to 9 into 0.34 into 10 raised to minus 9. വളരെ സിമ്പിൾ ആണ്. ഇത് രണ്ടും ക്യാൻസൽ ആയി ആൻഡ് റഫ്ലി ഇത് എത്രയായിരിക്കും? 2.2 meters. ഓക്കെ, 2.2 meters. സോ ഒരു ഫുൾ DNA ന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2.2 meters ആണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. സോ ഒരു ഫുൾ DNA ന്റെ ലെങ്ത് ആണ് 2.2 meters. സോ എങ്ങനെയാണ് ഈ ഒരു ഫുൾ ലെങ്ത് DNA ഒരു സെല്ലിന്റെ അകത്തേക്ക് എൻട്രാപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് DNA പാക്കേജിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ. നമ്മളത് പഠിച്ചിട്ടുണ്ട്. DNA എങ്ങനെ ഫുൾ ലെങ്ത് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്, പക്ഷെ ഇതിന് വിഡ്ത്ത് ആൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആണ്. ഈ ഫുൾ ലെങ്ത് DNA നമ്മൾ അങ്ങനെ വീണ്ടും ചുറ്റി ആ ഒരു ചുറ്റൽ പരിപാടിയാണ് DNA പാക്കേജിംഗ് എന്നുള്ള പോർഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, അതിലേക്ക് ഞാൻ കയറുന്നില്ല, അത് നിങ്ങൾ ജെനറ്റിക്സ് എന്നുള്ള പോർഷനിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഈ DNA എന്നുള്ള പോർഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻസൈറ്റിൽ വേറൊരു പോയിന്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഹെലിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ചുറ്റുകോവണിയാണ്. സോ ഹെലിക്സ് എന്ന് പറയുന്ന ആ ഒരു ചുറ്റുകോവണിയിൽ നമ്മൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ ഉണ്ടെന്ന് വിചാരിക്കുന്നത്. ഒരു ചുറ്റുകോവണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ചുറ്റുകോവണിയിൽ നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കുറെ കോണികളായിട്ടായിരിക്കും കാണുക അല്ലേ. അതിലിങ്ങനെ ആ ഒരു സ്റ്റെപ്പ് നമ്മളിങ്ങനെ കയറുമെന്ന് വിചാരിക്കുക.
ഓരോ സ്റ്റെപ്പിലും ഈ ഡി എൻ എ ടേൺ ചെയ്യുന്ന ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. എന്താ ഡി എൻ എ ടേൺസ് ചെയ്യുന്ന ഐ മീൻ ഇങ്ങനെ ടേൺ ചെയ്താണ് പോകുന്നത്. ഓരോ സ്റ്റെപ്പിൽ ഇത് ടേൺ ചെയ്യുന്ന ആംഗിൾ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 36 ഡിഗ്രി എന്ന് NCERT കൊടുത്തിട്ടുണ്ട്. 36 ഡിഗ്രി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇതിൽ ഇത്രയും പറഞ്ഞ ഡി എൻ എ ഏത് ടൈപ്പ് ഡി എൻ എ ആണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ബി ടൈപ്പ് ഓഫ് ഡി എൻ എ എന്നുള്ളതാണ് ഇതിന് വിളിക്കുക. വേറെയും ടൈപ്പ് ഓഫ് ഡി എൻ എ ഉണ്ട്. നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ ബേസിൽ വേറെയും ടൈപ്പ് ഓഫ് ഡി എൻ എ ഉണ്ട്. ഇതിൽ ബി ഡി എൻ എന്റെ പ്രത്യേകതകളാണ് ഇപ്പം പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കൂടെ ഇതിൽ നോക്കി വെക്കണം. ഓക്കെ, ഐ തിങ്ക് സോ ദെർബൈ വി ഫിനിഷസ് ദ ഡീറ്റെയിൽസ് ഓഫ് ദിസ് ഡി എൻ എ. ബാക്കി ഡി എൻ എന്റെ ബേസ് പെയറിംഗ് റൂളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ജനറ്റിക്സ് പാർട്ടിലേക്ക് പഠിച്ചിട്ടുണ്ടാവും. അതിലെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അഡെനിൻ ബൈ തൈമിൻ ഇസ് ഈക്വൽ ടു ഗുവാനിൻ ബൈ സൈറ്റോസിൻ ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ആ ഫോർമുല ഒക്കെ വെച്ചിട്ട് നമ്മൾ സിമ്പിൾ കാൽക്കുലേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, എപ്പോഴും ചോദിക്കുന്നതാണ്. അത് നിങ്ങൾ ആ ഒരു ജനറ്റിക്സ് അതിലൊരു പ്രത്യേക റൂളൊക്കെ ഉണ്ട്. ആ റൂളൊക്കെ നിങ്ങൾ നോക്കി വെക്കാം. ഓക്കെ, സോ ദെർബൈ വി ഫിനിഷസ് ദ മേജർ ടോപ്പിക് ഓഫ് ബയോമോളിക്യൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി രണ്ട് ജനറൽ ടോപ്പിക് ആണ്. ജനറൽ എന്ന് പറയുമ്പോൾ നമുക്ക് മെറ്റബോളിസം ആൻഡ് ലിവിങ് സ്റ്റേറ്റ് എന്നുള്ള ഒരു ജനറൽ ടോപ്പിക് ഉണ്ട്. അതിനുശേഷം എൻസൈംസ് എന്നുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യാം.